ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഛത്തീസ്ഗഡിൽ വന്നിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാൻ പോവുകയാണ്. രാത്രിയാണ് നമുക്കുള്ള ട്രെയിൻ. എന്തായാലും നേരത്തെ പോകാമല്ലോ എന്ന് വിചാരിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഇവരെയൊക്കെ കണ്ടത്. അപ്പോൾ ഈ കുഞ്ഞെന്നെ കണ്ടുകൊണ്ട് ഓടി വന്നു. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് കൂട്ടായത്. നല്ല കൂട്ടാ. അന്നേരം പറഞ്ഞു ഞങ്ങളുടെ കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് കാറ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ചിരിച്ച് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. അപ്പോഴാണ് അവിടുന്ന് ആൻറ്റി വിളിച്ച് പറഞ്ഞു ട്രെയിൻ വന്നത്. നമ്മളെല്ലാവരും പേടിച്ചു പോയി. 7 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:50 ട്രെയിൻ. അപ്പം ഒരു ക്രോസിംഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറകിൽ കൂടെയാണ് ചെന്ന് കയറിയത്. ക്രോസിങ് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഏതോ ഒരു വഴി കൂടെ വന്ന് കയറിയതാണ്. എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ അതിലേ നടന്നു പോകുമായിരുന്നു. ഇവരെല്ലാം ബാഗ് പിടിച്ചേക്കുമായിരുന്നു. എൻ്റെ കയ്യിൽ ഈ ഒരു കുഞ്ഞ് സഞ്ചി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഈ കുഞ്ഞും എൻ്റെ കൂടെ ആയിരുന്നു. കുപ്പി ഞാൻ അവളുടെ കൈ കൊടുത്തു. പിന്നെ നമ്മൾ പെട്ടെന്ന് വന്ന് ട്രെയിനിൽ കയറി. ട്രെയിൻ പക്ഷേ എടുത്തപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ വന്നെന്ന് പറഞ്ഞ് ട്രെയിൻ വന്ന് ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളായിരുന്നു. കാര്യം സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരുന്നു ട്രെയിൻ. അതുകൊണ്ട് നേരത്തെ ഇട്ടെന്നായിരുന്നു. കുഞ്ഞ് എൻ്റെ കൂടെ ആയിരുന്നു എപ്പോഴും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകാൻ നേരത്ത് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഉമ്മയൊക്കെ കൊടുത്തു. താണ്ട് ഇവരും നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഇവരെല്ലാവരും ഇല്ല. അതുകൊണ്ട് ഈ നിൽക്കുന്ന കൊടുപ്പിട്ട ചിയ എന്ന് പറഞ്ഞ കുട്ടി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം അവരുടെ പേരൻസ് ആണ്. അപ്പോൾ ചിയയ്ക്ക് M7 അങ്ങാണ്ടായിരുന്നു. നമ്മൾ M12 നമ്മൾ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു. നമ്മൾ ട്രെയിനകത്തോട്ട് കയറി. അപ്പം വരില്ലാത്ത സങ്കടം എപ്പോൾ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞമ്മ അവിടെ നിന്ന് കരച്ചിലായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. ഇമോഷണലൊന്നും എടുക്കാൻ പറ്റില്ല. ഫോണൊന്നും എടുക്കാൻ നമുക്ക് അന്നേരം തോന്നത്തില്ല. ഞാൻ വിചാരിച്ചു ഈ വട്ടം കരയത്തില്ലായിരിക്കുന്നു. പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിനകത്ത് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഞ്ഞമ്മ നമുക്ക് ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെടുത്ത് കഴിച്ചു. ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു നമുക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ ഞാൻ കയറി കിടന്ന്. അപ്പോൾ കർട്ടനും ഇട്ടിട്ട് കാര്യം എന്നിട്ട് ഫോണിൽ കളിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഫോണിൽ കളിക്കാനാണ് ഏതോ ഒരു സ്റ്റേഷനെത്തി. എനിക്ക് തോന്നുന്നു റായ്പൂർ അങ്ങാണ്ട് എത്തിയപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ ഉണർന്നത്. ഞാൻ കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. 12:30 ആയപ്പോഴാണ് ഞാൻ ഉണർന്നത്. കയറി കഴിച്ചു ഉറങ്ങി. പിന്നെ രാവിലെ ആയപ്പോഴത്തേനും അലിച്ചേട്ടൻ ഉണർന്നിരിക്കുന്നു. ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ പോകുന്ന വഴിക്ക് ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? കൽക്കരിയാണ്. ഞാൻ അലിച്ചേട്ടൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞു ഇത് കൽക്കരിയാണ്. അലിച്ചേട്ടൻ വിശ്വസിച്ചില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഛത്തീസ്ഗഡിൽ ചെന്നതിന് ശേഷം അലിച്ചേട്ടൻ ഇഷ്ടം പോലെ കൽക്കരിയുടെ ഫാക്ടറി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഡയറി മിൽക്ക് എനിക്ക് അപ്പൂസ് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നെയാണ്. വീട്ടിൽ ചെന്നിട്ട് ഞാൻ തിന്നത്തോളം എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ ഇരുന്ന് തന്നെ ഞാൻ തിന്നത്. എനിക്ക് അന്നേരം ബോറടിച്ച് അലിച്ചേട്ടൻ ഉറങ്ങാൻ പോയെന്ന് അങ്ങോട്ട് തോന്നുന്നു. എനിക്കൊന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുമ്മാ ഇരിക്കുമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അലിച്ചേട്ടൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നമ്മളാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കുന്നതുകൊണ്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ടോ അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ ഈ മാർബിൾ കട്ട് ചെയ്തെടുക്കത്തില്ലേ, അതാണ് സംഗതി. അതുകൊണ്ടാണ് നിങ്ങളെ സൂം ചെയ്ത് കാണിച്ചു. എൻ്റെ ഫോണിനകത്ത് അത്ര സൂം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചായ കുടിച്ചു. ഉച്ചയ്ക്ക് ചോറുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചോറ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ ഇതിനകത്ത് കൽക്കരിയാണ് ഈ കൊണ്ടുപോകുന്നതെല്ലാം. ഇഷ്ടം പോലെ കൽക്കരി വണ്ടികളായിരുന്നു. ഉച്ചയ്ക്ക് മുമ്പായിരുന്നു ആ ചായ കുടിച്ചത്. കാര്യം ഉച്ചയ്ക്ക് ചോറിനാൻ പോകുന്നതല്ലേ ഉള്ളൂ. പിന്നെ കുഞ്ഞമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ചോറ്, ചിക്കൻ വറുത്തത്, മീൻ വറുത്തത്, കിഴങ്ങ് ഫ്രൈ ഒക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ കിടന്നുറങ്ങി എഴുന്നേറ്റ് ചായ കുടിക്കുവാണ്. അന്നേരത്തേന് അലിച്ചേട്ടൻ എഴുന്നേറ്റില്ല. 6:30 എങ്ങാണ്ട് ആവാറായെന്ന് തോന്നുന്നു. അല്ല 5:30 6 മണി ആവാറായെന്ന് തോന്നുന്നു. ഇരുട്ടാൻ തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര ഉറക്കമായിരുന്നു. ട്രെയിനിനകത്ത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഉറക്കമാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? മാവിൻ തോട്ടമാണ്. ഇഷ്ടം പോലെ മാവായിരുന്നു. ഒരു 10-5 മിനിറ്റ് ഫുൾ ഇതുപോലെ മാവിൻ്റെ തോട്ടമായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ ആ തെലുങ്കാനക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഫാമിലി ആയിരുന്നു. അത് കഴിഞ്ഞ് ബോറടിച്ചു. ഞാൻ ലേസ് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ്. രാത്രി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു നമുക്ക് നേരത്തെ ചോറിനാന്ന് പറഞ്ഞു. കുഞ്ഞമ്മ ഒന്ന് ഫുഡും തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വാ കിടക്കാം എന്ന് പറഞ്ഞു. എനിക്ക് ട്രെയിനിൽ കയറിയപ്പോൾ ഉറക്കമാണ് എൻ്റെ ഏറ്റവും മെയിൻ പരിപാടി. അന്നേരമാണ് അലിച്ചേട്ടൻ്റെ ഹെഡ്ഫോണിൻ്റെ ഒരെണ്ണം കാണുന്നില്ലായിരുന്നു. പിന്നെ രാവിലെ തന്നെ വേറൊരു ഫാമിലി നമുക്ക് രാത്രി തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ എനിക്കൊന്ന് കോയമ്പത്തൂർ എത്തിയായിരുന്നു. കോയമ്പത്തൂർ എത്തിയപ്പോഴത്തേന് അലിച്ചേട്ടൻ ഒരു വട മേടിച്ചുകൊണ്ട് വന്നു. ഒരു കാശിനും കർമ്മത്തിനും കൊള്ളത്തില്ലായിരുന്നു. എണ്ണയാണെങ്കിൽ ഒരു വൃത്തിയായിട്ട് എണ്ണയും. ഞാൻ പിന്നെ തിന്നില്ല. അതിനകത്ത് 3 എണ്ണം കൊണ്ടുണ്ടായിരുന്നു. ഒരെണ്ണം തിന്നിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേ ചായയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് അലിച്ചേട്ടൻ ഒരു കൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ചിയയുടെ അടുത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ട് വിട്ടതിന് ശേഷം പാലക്കാട് കഴിയുന്നത് വരെ ഞാൻ ചിയയുടെ അടുത്തായിരുന്നു ഇടുന്നത്. പാലക്കാട് കഴിഞ്ഞ് കുറച്ചും കൂടെ ദൂരം വരെ ഞാൻ ചിയയുടെ അടുത്താണ് ഇരിക്കുന്നത്. ഞങ്ങൾ എന്താ ഈ എത്തി നോക്കുന്നതെന്ന് വിചാരിച്ചതുകൊണ്ട് ഇല്ല കാണുന്ന പുഴയാണ് ഭാരതപ്പുഴ. പക്ഷേ അതിനകത്ത് വെള്ളമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു വലിയ പാലം വരും, അതിൻ്റെ മണ്ടയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കാണാം, വെള്ളമില്ലെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ നോക്കിയിരുന്നേ. പിന്നെ ഞാൻ ഇനി തിരിച്ചു പോരുന്നായിരുന്നു. അപ്പോഴത്തേനും ദാണ്ട് ഇതാണ് ഭാരതപ്പുഴ. വെള്ളമില്ല, കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളൂ. നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും അലിച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കിട്ടിയായിരുന്നു. ഇന്നലെ രാത്രി വന്ന കൊച്ചാണ്. ഇവർ രണ്ടുപേരും കൂടെ അത്യാവശ്യം നല്ലതായിട്ട് സിങ്ക് ആയിട്ടുണ്ടായിരുന്നു. ഈ ട്രെയിനാണെങ്കിൽ കേരളത്തിൽ എത്തിയപ്പോഴത്തേന് ഇഴഞ്ഞു പോവുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ പുറത്തുനിന്ന് ഫുഡാണ് മേടിച്ചത്. കാരണം ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ബിരിയാണി ആയിരുന്നു, ഒരു വൃത്തിയായിട്ട ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ തേങ്ങയുടെ ഒരു സംഗതി കൊണ്ടുവന്നിരുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ നേരം നമ്മൾ ലുഡോ കളിച്ച് പിന്നെ പാമ്പ് വേണിയൊക്കെ കളിച്ച് അങ്ങനെ കുറേ കഴിച്ചു. പിന്നെ എവിടെയോ എത്തി. നമ്മൾ വിചാരിച്ച് ഈ ട്രെയിനാണെങ്കിൽ അനങ്ങിയാണ് പോകുന്നത്.
അത്ര സ്ലോയിലായിരുന്നു കേരളം എത്തിയപ്പം പോയത്. നമുക്കങ്ങ് ദേഷ്യം വരുമായിരുന്നു. എത്രയോ 4 മണിക്കൂർ അങ്ങാണ്ട് ലേറ്റ് ആയിരുന്നു. പിന്നെയും ഞാൻ കയറി കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുവാണ്. ഇവർ രണ്ടുപേരും കൂടെ എന്തോ കളിയാക്കുക എന്തോ ചെയ്യുമായിരുന്നു. അത് എന്തോന്നും കറക്റ്റ് ഓർക്കുന്നില്ല. പിന്നെ അൽചേട്ടനാണെങ്കിൽ വട മേടിച്ചിട്ടുണ്ടായിരുന്നു. വടയും ചായയും കൂടെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിച്ചു. പിന്നെ എപ്പോഴും എനിക്ക് ഇതിനകത്ത് കയറി ചായയും കോഫിയും കുടിക്കലാണ് എൻ്റെ പരിപാടി. ഞാൻ ചായയാണെന്ന് തോന്നുന്നു മേടിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനെ മുക്കി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ മേടിച്ച കോഫിയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ മേടിച്ചത് ചായയാണ്. അൽചേട്ടൻ കോഫിയായിരുന്നു മേടിച്ചിരുന്നത്. എന്തായാലും ചായയോട് എനിക്ക് ആരോ വിഷം തന്നിട്ടുണ്ടെന്നാണ് അൽചേട്ടൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ. പിന്നെ അവൻ മുകളിൽ കിടന്നിട്ടാണെങ്കിൽ കുസൃതി എൻ്റെ പൊന്നോ എന്തുമായിരുന്നു. അൽചേട്ടൻ ഉറങ്ങാൻ കിടക്കും, ഇവർ രണ്ടുപേരും കൂടെ വർത്താനവും കളിയുക. ഇവർ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമായിരുന്നു, പക്ഷേ പറ്റുന്നതേ ഇല്ല. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ബഹളമായിരുന്നു. എനിക്കൊട്ട് ഉറങ്ങാൻ പറ്റുമോ അതും ഇല്ല. എനിക്ക് ഉറക്കം വന്നതും ഇല്ല. ബാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരുന്നു. നമ്മൾ കയറി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും നമ്മളെ നോക്കത്ത പോലും ഇല്ല. പിന്നെ അതിലേ പോകും. അതാണ് നിങ്ങൾ തന്നെ നോക്കുമോ, ഈ സ്പീഡ് കണ്ടോ? ഇത്രയും സ്പീഡിലായിരുന്നു പോയത്. കേരളത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കങ്ങ് ദേഷ്യം വരും. ഉറങ്ങാൻ പറ്റിയായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. വൈകിട്ടാകുമ്പോൾ എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഇത് ഉറങ്ങാൻ പറ്റുമോ? ഇവർ രണ്ടുപേരും കൂടെ അലപ്പും ബഹളവും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം ശ്രീലക്ഷ്മി വിളിച്ച് കത്തിയൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. അവൾ ഓരോന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എന്തിനാ ഈ പുഴ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്കതിന് മറുപടി ഇല്ല. ഇത് പുഴയാണോ എന്ന് ചോദിച്ചാൽ പുഴയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയത്തില്ല കറക്റ്റ് എന്തോ അത്. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് വൈകുന്നേരം ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേന് പിന്നെയും ചായ മേടിച്ചു. എത്ര ചായ കുടിച്ചു കോഫി കുടിച്ചോന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അൽചേട്ടനെ കാണിച്ചു കൊടുക്കുകയാണ്. അണ്ണാ ഇത് ഇതുവരെ ഡൗൺലോഡ് ആവുന്നില്ലെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് ഇതായിരുന്നു. പിന്നെ അൽചേട്ടന് ഫോൺ കൊടുത്തു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയും ചായ മേടിച്ച് കുടിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അന്നേരം മേടിച്ച ചായയാണ്. അന്നേരം കുടിക്കുന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. കുറേ നേരം ഇരുന്ന് ബോറടിച്ച് പണ്ടാരം തുടങ്ങി. പിന്നെ ഞാൻ 2-3 സീരീസ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഉള്ളത് കൊണ്ട് അത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഇവർ ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഇവർ രണ്ടുപേരും കൂടെ അപ്പോഴത്തേന് ഇവർ തണുപ്പങ്ങ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ പുതപ്പ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. ഇവൻ വീട്ടിൽ നിന്നും പുതപ്പ് കൊണ്ടുവന്നവനാണ് അവൻ. നല്ല രസമുണ്ടായിരുന്നു. അൽചേട്ടനും കൊണ്ടുവന്ന് ആരെയാണ് ഞാൻ കളിയാക്കുന്നത്. അത് പക്ഷേ ഇതിനകത്ത് പുതപ്പുള്ള ആരും അൽചേട്ടന് അറിയത്തില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അൽചേട്ടൻ്റെ ഫോൺ അവന് ഗെയിം കളിക്കാൻ കൊടുത്തു. പിന്നെ നമ്മൾ എറണാകുളം കരുനാഗപ്പള്ളി എത്തിയെന്ന് തോന്നുന്നു എനിക്ക്. ഇനി അടുത്ത് കൊല്ലം സ്റ്റേഷൻ ആണല്ലോ എന്നുള്ള സന്തോഷത്തിൽ ബാഗെല്ലാം എടുത്ത് മുകളിൽ വെച്ച് പാക്ക് ചെയ്ത് അപ്പം തന്നെ 6 മണി 6:30 ആവാൻ പോയെന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോഴത്തേന് നമ്മൾ വിചാരിച്ച മിക്കവാറും 7-8 മണിയാവുമായിരിക്കുന്നു. അത്ര സ്ലോയിലാണ് പോയത്. പിന്നെ അങ്ങോട്ട് സ്പീഡിൽ പോയി. ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും അവന് സങ്കടമായി. വീഡിയോ ഒക്കെ ഇടണം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കൊടുത്ത് ഭയങ്കര കൂട്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ ട്രെയിനിൻ്റെ അടുത്തോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. കൊല്ലം സ്റ്റേഷൻ എത്തി. അൽചേട്ടൻ വാതിലിൻ്റെ അടുത്ത് പോയി നിൽക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അൽചേട്ടൻ അവിടെ നിന്ന് ചാടി ഇറങ്ങുമായിരുന്നു. പിന്നെ സ്റ്റേഷനിലെത്തി നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെന്തുവായിരുന്നു, അങ്ങോട്ട് കാറിലോട്ട് വന്ന് കയറി സാധനങ്ങളെല്ലാം കൂടെ വെച്ചപ്പോഴത്തേന് എനിക്ക് ഏറ്റവും ദുരിതമായി പോയത് അതാണെന്നോ തോന്നിയത്. ട്രെയിനിൽ വരുന്നേക്കാട്ടിലും എന്തൊരു ബ്ലോക്ക് എന്നറിയുമ്പോൾ കൊല്ലത്ത് നിന്ന് ഇങ്ങോട്ട് എഴുകോം വരെ വരാൻ വേണ്ടിയിട്ട് അത്ര ബ്ലോക്കായിരുന്നു. അവസാനം അങ്ങ് ദേഷ്യം വന്ന് പിന്നെ ഞാൻ വിചാരിച്ച് ഫോൺ താത്ത് വെച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ച് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേന് എനിക്ക്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.